ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ ആയ ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന് ഇന്ന് എന്നേക്കും നിത്യമഹത്വവും ബഹുമാനവും ബലവും ഉണ്ടാകട്ടെ. മനോഹരമായൊരു ദിവസം കൂടെ ദൈവം തന്നു. ദിവസം മുഴുവനും നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ദൈവസ്നേഹം നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ഹൃദയം അവൻ്റെ നമുക്ക് അർപ്പിക്കാം. നമ്മൾ കൃപയാൽ ഇന്ന് 24-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദ റോയൽ എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം, രാജകീയ പ്രവേശനം എന്ന് പറയാം. അതായത് ക്രൂശീകരണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇടയ സങ്കീർത്തനം വരുന്നത്. ആ ക്രൂശിലെ മഹത്തരമായ 22-ാം സങ്കീർത്തനം ക്രൂശീകരണത്തെക്കുറിച്ചുള്ളത്. അത് കഴിഞ്ഞിട്ട് ക്രൂശീകരണം കഴിഞ്ഞിട്ട് പിന്നെ ദൈവം സ്വന്തമാകുവാണ്. ആ ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകിയ ഇടയൻ, അല്ലേ? ഇടയനെ വെട്ടും ആടുകൾ ചിതറിപ്പോകുന്നൊക്കെ പ്രവചനവാക്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്രൂശിൽ സംഭവിച്ചതാണ്. ഇടയൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ തന്ന നല്ല ഇടയൻ യേശു. തുടർന്ന് ആ നല്ല ഇടയനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് 23-ാം സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു, ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അവിടെ വ്യക്തിപരമായൊരു ബന്ധമാണ്. എല്ലാവരുടെയും എന്ന് പറഞ്ഞൊരു കോമൺ ഇതിലല്ല വിശ്വാസം എന്ന് പറയും. വിശ്വാസം എപ്പോഴും വ്യക്തിപരമാണ്. അതാണ് രുചി, അതാണ് അനുഭവമുള്ളത്, വ്യക്തിപരമാണ്. അല്ലാതെ ചുമ്മാ പാരമ്പര്യ ഭക്തിയാണ് എല്ലാവരുടെയും ദൈവം എന്ന് പറഞ്ഞു നടക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ദൈവം എന്നൊക്കെ പറയും, അത് ശരിയാണ്. പക്ഷേ വ്യക്തിപരമായ ബന്ധമില്ലാതെ ദൈവത്തെ ദൈവമായിട്ട് പറയുമ്പോൾ അത് സാർവത്രികമാണ്. അത് ആർക്കും പറയാൻ പറ്റുന്ന. എന്നാൽ വ്യക്തിപരമായി പറയാൻ സാധിക്കുക, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, അവൻ എൻ്റെ സ്വന്തം. ഇതൊക്കെയാണ് നമ്മൾ സങ്കീർത്തനത്തിൽ ഇത് വായിക്കുന്നത്. പേഴ്സണൽ വിറ്റ്നസ്സിങ് ആണ് ഈ സങ്കീർത്തനങ്ങളെല്ലാം മുഴുവൻ നമ്മൾ കാണുന്നത്. അതിന് എത്രമാത്രം വില കൊടുത്തിരിക്കുന്നു ദൈവം, അല്ലേ? ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ സാക്ഷ്യങ്ങളൊന്നുമല്ല, ഒരു വ്യക്തിയുടെ ജീവിത അനുഭവങ്ങൾ, ഓരോരോ വ്യക്തികളുടെയും എല്ലാവരുടെയും സാക്ഷ്യങ്ങളാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. ദൈവത്തെ അനുഭവിക്കാൻ മറ്റൊന്നുമല്ല. സർവശക്തനായ ദൈവം നമ്മോട് കൂടെ, അവനോട് അവൻ്റെ മക്കളാകുക, അവനോട് സംസാരിക്കുക, അവൻ്റെ ശബ്ദം കേൾക്കുക, അവന് വേണ്ടി സമ്പൂർണ്ണമായി അവൻ്റെ ഇഷ്ടം ചെയ്യുക. ഇതല്ലേ ഏറ്റവും ഭാഗ്യകരമെന്ന് പറയുന്നത്. ഈ ലോകത്തിലെ സ്വത്തിന് വേണ്ടിയോ സുഖത്തിന് വേണ്ടിയോ ഒന്നുമല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടത്, ദൈവത്തിൻ്റെ മക്കളായി തീരുക. അത് എത്ര വലിയ പദവിയാണ്! അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അവനോട് സംഭാഷിക്കുക, അവൻ നമ്മോട് കൂടെയുണ്ടെന്ന് പറയുക. ദൈവം കൂടെയുള്ളത് എത്ര മഹത്തരമാണ്! നാം ദൈവത്തിൻ്റെ സ്വന്തമായി തീരുന്നത് എത്ര മഹത്തരമാണ്! അതാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയുന്നത്. മറ്റുള്ള ഇന്നത്തെ ഓരോ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ കേട്ടാൽ ഭൗമികമാണ്. അത് വേണം, ഇത് വേണം, അല്ലേ? അത് വാസ്തവത്തിൽ അതല്ല. അതെല്ലാം കിട്ടിയാലോ അതെല്ലാം ഉള്ള മനുഷ്യന് തൃപ്തനല്ലല്ലോ. നമ്മൾ അപേക്ഷിക്കുന്ന അപേക്ഷകൾ, യാചനകൾക്ക് എല്ലാം ഉള്ള മനുഷ്യൻ, അവൻ അപേക്ഷിക്കേണ്ടാത്ത വിധം ഉള്ള മനുഷ്യൻ, അവനും തൃപ്തനല്ലല്ലോ അവനെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ്, ഇവിടെ ദൈവം 24-ാം സങ്കീർത്തനം പറയുക, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ, അവിടെ ഭൂമിയും അതിൻ്റെ നിറവും എല്ലാം ദൈവത്തിൻ്റെതാണ്, അല്ലേ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പത്രം പറയുന്നത്. സ്വർഗത്തിലുമുണ്ട് ഭൂമിയിലുമുണ്ട്, സ്വർഗമുണ്ട് ഭൂമിയുണ്ട്. ഇവിടെ എല്ലാം ഈ 24-ാം സങ്കീർത്തനം ഈ ദൈവത്തിൻ്റെ പിടിക്കപ്പെട്ടു പോയ പെട്ടകം തിരിച്ച് യെരൂശലേമിലേക്ക്, സിയോനിലേക്ക് ദാവീദ് കൊണ്ടുവരുമ്പോൾ പാടുന്നതാണ്. ഒന്ന്, അങ്ങോട്ട് ആരോഹണം ചെയ്യുമ്പോഴും മല കയറി ആ പെട്ടകം എടുക്കാൻ പോകുമ്പോൾ പൊല്ലുന്ന ആദ്യത്തെ ഭാഗത്ത്, തിരിച്ചു വരുമ്പോൾ അത് അവരോഹണ ക്രമത്തിലൂടെ പാടുകയാണ്. ആ രാജാവിന് സ്വീകരിക്കുന്ന ഒരു സ്വീകരണ ഇതാണ്. അതാണ് റോയൽ എൻട്രി എന്ന് പറയാം. ദൈവത്തിൻ്റെ പെട്ടകം, ദൈവ സൈന്യങ്ങളുടെ ദൈവമാണ്. നമ്മൾ കാണുന്നുണ്ട്, യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ പെട്ടകം കൊണ്ടുപോകുമ്പോൾ അവിടെ ഈ യുദ്ധം ജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദ ഗോഡ് ഓഫ് ഹോസ്റ്റ്, ലോർഡ് ഓഫ്, സൈന്യങ്ങളുടെ ദൈവമേ നമ്മളൊരു വാക്ക് കാണുന്നുണ്ട്. അപ്പോൾ ദൈവം യുദ്ധം ചെയ്യുന്നവനുമാണ്. യുദ്ധം നിങ്ങൾക്കുള്ളതിൽ യുദ്ധം യഹോവയ്ക്കുള്ള അത്രയും തിരുവഴുത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഫൈറ്റിങ് വെപ്പൻസ് വെച്ചൊന്നും അല്ല. ദൈവത്തിൻ്റെ സർവ്വശക്തി അത് തന്നെ ഏറ്റവും വലിയ ഇതാണ്. ഇവിടെ കാണുകയാണ്, ഭൂമി അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്, ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഇനി 22-ാം സങ്കീർത്തനം 28-ാമത്തെ വാക്ക്, രാജ്യത്വം യഹോവയ്ക്കുള്ളതിൽ അവൻ ജാതികളെ ഭരിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിയും അതിൻ്റെ നിവാസികൾ യഹോവയ്ക്കുള്ളതാണ്. ദൈവം രാജാവാണ്.
രാജാക്കന്മാരുടെ രാജാവാണ് അവൻ. അവന് കീഴിലാണ് എല്ലാ രാജ്യത്വങ്ങളും ഉള്ളത്. രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്ന സദൃശവാക്യത്തിലൊരു വാക്യമുണ്ട്. തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നു. ഏതൊരു ഭരണാധികാരിയെയും ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കും. എപ്പോഴും അങ്ങനെയല്ല. ഒരു സമയത്തേക്ക്, അതായത് അവൻ ജെന്യൂനായിട്ട് സമർപ്പിക്കുമ്പോൾ ദൈവം അവനെ ഉപയോഗിക്കും. അല്ലാത്തപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ആരും ഉപയോഗിക്കാം, ഏതൊരു വ്യക്തി ഉപയോഗിക്കാം, അധികാരികൾ ഉപയോഗിക്കാം നമുക്ക് വേണ്ടി. പക്ഷെ അത് എപ്പോഴും അവൻ ഉപയോഗപ്പെടില്ല, കാരണം അവൻ സമർപ്പിതനല്ല. സമർപ്പിതനായ ഒരു വ്യക്തിയെ എപ്പോഴും ദൈവം ഉപയോഗിക്കും. എന്നാൽ സമർപ്പിതനല്ലാത്ത ഒരു വ്യക്തിയെ തൻ്റെ ആവശ്യത്തിന് വേണ്ടി തൻ്റെ സർവ്വശക്തി കൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഫറവോനെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ പർട്ടിക്കുലർ ടൈമാണ്. കാരണം അവൻ മനസ്സോടെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നില്ല. എന്നാൽ മോശയെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക, കാരണം മോശ സമർപ്പിതനാണ്. അതാണ് വ്യത്യാസം. ദൈവം സർവശക്തനാണ്, അവൻ വിട്ടുകൊടുത്താൽ അവൻ സർവ്വതാ നമ്മൾ പ്രവർത്തിക്കും. എന്നാൽ ദൈവം ചൂസ് ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യം തരികയാണ്. അത് തുടർന്ന് വരുമ്പോൾ നമ്മളോട് കാണുന്നുണ്ട്. ഏതായാലും തുടർന്ന് അവിടെ പറയുകയാണ്, സമുദ്രങ്ങളുടെ മേലെ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേലെ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. 15-ാം സങ്കീർത്തനത്തിൻ്റെ ചില കാര്യങ്ങൾ ആദ്യത്തെ പോർഷൻ മാത്രം ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കാതലായ സത്യങ്ങൾ അവിടെ പറയുകയാണ്. യഹോവയുടെ പർവ്വതത്തിൽ, അത് യഹോവയുടെ പർവ്വതത്തിൽ യഹോവയുടെ ആലയമുള്ള പർവ്വതമാണത്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ആര് കയറുമെന്നാണ് പറയുന്നത്. പക്ഷെ പുതിയ ന്യൂ കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ആലയം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഇന്നൊരു സിലേം ദേവാലയം ഇല്ല. അപ്പോൾ ആലയം എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന അറിയുന്നില്ലയോ, ദൈവത്തിൻ്റെ മന്ദിരം. അപ്പം നമ്മളാണ് ദൈവത്തിൻ്റെ ടെമ്പിൾ ഓഫ് ഗോഡ്. അപ്പോൾ ഈ മന്ദിരത്തിൽ ആരെ വസിക്കേണ്ടത്? ദൈവം വസിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഇവിടെ പറയുകയാണ്, ഈ അന്നുള്ള പർവ്വതത്തിൽ ആര് വസിക്കുമെന്നൊരു അല്ലെങ്കിൽ അവിടെ സ്വർഗത്തിൽ മന്ദിരമുണ്ട്, സ്വർഗത്തിൽ കാണുന്നുണ്ട്. അവിടെ യേശു തന്നെയാണ് നമ്മുടെ മന്ദിരം എന്ന് പറയുന്നത്, അവനാണ് ടെമ്പിൾ. ഈ മന്ദിരം പൊളിപ്പിന്ന് കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. എല്ലാം പരസ്പര പൂരകങ്ങളായിട്ട് ഇങ്ങനെ വരികയാണ്. കർത്താവ് ഒരു ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു പറഞ്ഞിട്ട് അടുത്ത നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു അല്ലേ. അപ്പോൾ ആ വെളിച്ചം പ്രതിബിംബിപ്പിക്കുന്നവരാണ് നമ്മൾ ഒരു റിഫ്ലക്റ്റിംഗ്. ഇനി ആരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്? വിശുദ്ധ നിൽക്കുന്നത് വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും, ഡീഡ്സ് ആൻഡ് എന്താ പറയുന്നത്, അവിടെ പ്രവൃത്തിയും നമ്മുടെ ഹൃദയവും. ഹൃദയം നല്ലതാണെങ്കിൽ പ്രവൃത്തിയും നല്ലതായിരിക്കും. വ്യാജമായിട്ട് പ്രവർത്തിക്കാൻ പക്ഷേ ഹൃദയം നേരുള്ളതല്ലെങ്കിലോ അല്ലേ. ഇപ്പം ഭിക്ഷ കൊടുക്കുമ്പോൾ കർത്താവ് ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കണമെന്ന് വെച്ചാൽ ഭിക്ഷ കൊടുക്കുന്നെങ്കിൽ ആ ഭിക്ഷ അതിൻ്റെ പ്രതിഫലം കിട്ടിപ്പോയി അല്ലേ. എന്നാൽ അവൻ ആവശ്യക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ സഹായിക്കുക, ആരും കണ്ടില്ലെങ്കിലും ശരി ഞാനവനെ സഹായിക്കുകയാണെന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ചെയ്യുന്ന ശുശ്രൂഷ, അല്ലെങ്കിൽ ഒരു ധർമ്മം ചെയ്യുമ്പോൾ, ഒരു ദാനം ചെയ്യുമ്പോൾ, അത് രഹസ്യത്തിൽ അത് ചെയ്യുമ്പോൾ അതാണ് ശ്രേഷ്ഠത എന്ന് പറയുന്നത്. മറ്റുള്ളതെല്ലാം ഭൗമികം എല്ലാവരും ചെയ്യുന്ന. മാനം കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ സന്നദ്ധനായിട്ട് മനുഷ്യനുണ്ട്. ജഡത്തിൻ്റെ, അതായത് പ്രൈഡ് ഓഫ് ലൈഫ് എന്ന് പറയും. വലിയ പാപത്തിനൊന്നും പോകുന്നില്ല, പക്ഷെ അവന് മനുഷ്യർ മാനിക്കപ്പെടണമെന്നൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാൻ പലതും ചെയ്യും. ഇന്നത്തെ പല സോഷ്യൽ വർക്ക്സും പല ജനനായകന്മാരൊക്കെ ഫലമൊക്കെ ചെയ്യുന്നത് മനുഷ്യപ്രീതിക്ക് വേണ്ടിയാണ്. മനുഷ്യർ നല്ലതെന്ന് പറയാണ്. അപ്പോഴും ഹൃദയം ഡിസീറ്റ്ഫുള്ളാണ്, ഹൃദയം വഞ്ചന നിറഞ്ഞതാണെങ്കിലോ അതാണ്. അത് പാടില്ല. ഹൃദയം ശുദ്ധമായിരിക്കുകയും വേണം, പ്രവൃത്തി ശുദ്ധമായിരിക്കണം. ഹൃദയം ശുദ്ധമാകുമ്പോൾ പ്രവൃത്തി നല്ലതാകും. രണ്ടും ഈക്വലൈസ് ചെയ്യണം, രണ്ടും ശരിയായിരിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഹൃദയശുദ്ധി ദൈവം ഇഷ്ടപ്പെടുന്നതാണ്. വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും, അതായത് ഏതൊരു സാഹചര്യത്തിലും ഇപ്പോൾ നമ്മളുടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വിശ്വാസി എന്നാണ്, അവന് കോടികൾ കൊണ്ടിട്ടാലും അവന് നൽകുന്നതേ അവൻ എടുക്കുകയുള്ളൂ. അതാ വിശ്വസ്തത എന്ന് പറയുന്നത്. അവൻ രഹസ്യത്തിലും പരസ്യത്തിലും വിശ്വസ്തരായിരിക്കും. അങ്ങനെയുള്ളവരാ ദൈവത്തിന് ഇഷ്ടം. മനുഷ്യർ കാണാത്തപ്പോൾ അവൻ വേറൊരു ഭാവവും, മനുഷ്യർ കാണുമ്പോൾ അവരുമില്ല. അതല്ല, എപ്പോഴും യോസഫിനെ കാണുന്നുണ്ടല്ലോ, ഞാൻ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാൻ. എപ്പോഴും ദൈവം എന്നെ കാണുന്നു. അതുകൊണ്ട് വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യ ബോധമാണ്. അപ്പോൾ നമ്മളെ ഓരോ കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കും മറ്റുള്ളവരെ. കാരണം നമ്മുടെ കൈ ശുദ്ധമായിരിക്കും. എത്ര ഇതിലാണെങ്കിലും ശരി, നമുക്കുള്ളത് അല്ലാതെ അന്യായമായി നമ്മുടെ കയ്യിൽ വരികയില്ല. ഒരു പൈസ പോലും ഒന്നും. ഇത് കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യന് ഒരു നെല്ലൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതിനകത്ത് എങ്ങനെയോ നാണയം കിട്ടി. ഒരു റെഡ് ഇന്ത്യനാണ് അദ്ദേഹം. അപ്പോൾ ആ നാണയം കൊണ്ട് കൊടുത്തു. അപ്പോൾ ആ നാണയം യജമാൻ്റെ കൊണ്ട് കൊടുത്തു. അപ്പോൾ യജമാൻ്റെ അടുത്ത് പറഞ്ഞു, ഈ നാണയം എടുത്തപ്പോൾ എന്നോട്
ഒരു അസത്യവാണി എന്ന് പറഞ്ഞു, അതായത് ഉള്ളിലെ വിചാരങ്ങളാണ്, നീ അത് വെച്ചോ, നിനക്ക് സൂക്ഷിക്കാമല്ലോ, ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പം എന്നിലുള്ള സത്യവാൻ പറഞ്ഞു, ഇല്ല നീ അത് സൂക്ഷിക്കുക, നിൻ്റെ അതിലുള്ളത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനെ ജയിച്ച് അതിനെ തിരിച്ചു കൊണ്ട് തന്നു. അപ്പോൾ അവിടെ നിർമ്മല ഹൃദയമാണ്. ഇവിടെ നമ്മൾ വ്യാജത്തിന് മനസ്സ് വയ്ക്കാൻ കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാർത്ഥിക്കും. ഇതാവുന്നു അവൻ അന്വേഷിക്കുന്നവരുടെ തലമുറ, യാക്കോബിൻ്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവരോട് തന്നെ. ഇവരാണ് ദൈവത്തിൻ്റെ ജീനിയോളജിയിൽ വരുന്നത്. ഒരു കാലത്ത് തെറ്റുകാരായിരുന്നിരിക്കാം, പക്ഷെ അവർ മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരുമ്പോൾ പിന്നെ അവരുടെ ജീവിതം രൂപാന്തരപ്പെടുക. ഒരുവൻ ക്രിസ്തുവിലാലും പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ കാണുന്നതാണ്, ഇനി ഈ റോയൽ എൻട്രിയാണ്, രാജാവ് പ്രവേശിക്കുകയാണ്. അപ്പോൾ യാക്കോബിൻ്റെ ദൈവമേ വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകൾ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആര്? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്ന മഹത്വത്തിൻ്റെ രാജാവ്. ഇത് 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുകയാണ്. അത് റോയൽ എൻട്രി, മഹത്വ പ്രവേശനത്തിൻ്റെ, രാജകീയ പ്രവേശനത്തിൻ്റെ ഒരു ഭാഗമാണത് റിപ്പീറ്റ് ചെയ്ത് പറയാന്ന് പറയുന്നത്. പണ്ടേയുള്ള കഥ, വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുകയെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ മനുഷ്യ ഹൃദയത്തോട് സാമ്യപ്പെടുത്താം. യോഹന്നാൻ്റെ വെളിപ്പാട്ടിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കുമെന്നാണ് അവിടെ പറയുന്നത്. ഈ മഹത്വത്തിൻ്റെ രാജാവ് ആരാണ്? കർത്താവാണ് മഹത്വത്തിൻ്റെ രാജാവ്. മഹത്വത്തിൻ്റെ പ്രത്യാശ എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ മഹത്വത്തിൻ്റെ രാജാവ് എവിടെയാണ് വസിക്കുന്നത്? കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മർമ്മം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. കൊലോസ്യർ 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവരോട് ജാതികളിൽ മർമ്മത്തിൻ്റെ മഹിമാന്തനം എന്തെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത് തന്നെ. ക്രിസ്തു നമ്മളിലുണ്ട്. അത് തന്നെ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. അവൻ എങ്ങനെയാണ് നമ്മൾ വസിക്കുന്നത്? വിശ്വാസത്താൽ അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകേണ്ടതിനായി. അപ്പോൾ അവനാണ് സർവശക്തനായ ദൈവം. ആ ദൈവം വസിക്കുന്ന ഹൃദയം, നമ്മുടെ ഹൃദയം അവന് വേണ്ടി തുറക്കുക. രാജാതി രാജാവായി കർത്താതി കർത്താവായി അവൻ നമ്മളിൽ വാഴുന്നതാണ്. അല്ലേ? ആകാശവും അതിലുള്ള ഭൂമിയും അതിലുള്ള സമുദ്രവും അതിലുള്ളത് സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. വെളിപ്പാട്ട് പുസ്തകത്തിൽ യേശുവിനെ കർത്താതി കർത്താവാണ്. അവൻ സകലവും സൃഷ്ടിച്ചവനാണ്. നീരുറക്കുകളെ സൃഷ്ടിച്ചവൻ, സമുദ്രങ്ങളെ സൃഷ്ടിച്ചവൻ. അവൻ രാജാതി രാജാവാണ്. അവൻ എൻ്റെ രാജാവാണ്. അവൻ എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുന്നു. അവന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കാൻ, തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് മഹത്വത്തിൻ്റെ രാജാവ് നമ്മൾ വസിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കും. രാജാവ് നമ്മളെ ഭരിക്കും. അതാണ് രാജകീയ ഭരണം എന്ന് പറയുന്നത്. ആ രാജാവ് നമ്മളെ ഭരിക്കുമ്പോൾ നമ്മുടെ ജീവിതം സവിശേഷതയുള്ളതായി മാറും, വിശേഷ ഗുണങ്ങളുള്ളതായിട്ട് മാറും, യുണീക്കായിട്ട് മാറും. അത് ദൈവത്തിന് പ്രയോജനമുള്ളതായിട്ട് മാറും, ദൈവം പ്രസാദിക്കുന്നതായിട്ട് മാറും. കാരണം കർത്താവ് നിനക്ക് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികൾ എന്തൊക്കെയാണ് അവൻ ചെയ്യേണ്ടതെന്ന് യഹൂദന്മാർ ചോദിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, അവൻ അയച്ചവനിൽ വിശ്വസിക്കുക അത്രേ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയാം. പിതാവ് അയച്ചത് പുത്രനെ, ആ പുത്രനെ വിശ്വസിക്കുന്നത് തന്നെയാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. അവനെ വിശ്വസിക്കുന്ന വിശ്വാസം നമ്മൾ പരിവർത്തനം നടത്തും. യഥാർത്ഥ വിശ്വാസം ഇറ്റ്സ് മൂവബിൾ, ഇറ്റ്സ് ചേഞ്ചിങ്. അത് പ്രവർത്തനോന്മുഖമാണ്, സജീവമാണ്, ജീവനുള്ളതാണ് വിശ്വാസം. നിർജീവമായ വിശ്വാസമല്ല, ജീവനുള്ള വിശ്വാസം. അപ്പോൾ രാജാതി രാജാവായ യേശു നമ്മുടെ ഹൃദയവാടത്ത് മുട്ടുമ്പോൾ നമുക്ക് നമ്മുടെ വാതിലുകളെ തുറന്നു കൊടുക്കാം. വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകൾ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവും രാജാതി രാജാവുമാണ് യേശു. നമ്മുടെ ഹൃദയങ്ങളിൽ വാണരുളുവാൻ നമ്മുടെ ജീവിതങ്ങൾ വിട്ടുകൊടുക്കാം. നമ്മുടെ പ്രവൃത്തി ശുദ്ധമാകാം, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടാം. കർത്താവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഹൃദയം നിർമ്മലമായിരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയും ശുദ്ധമായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെയാണ് നിർഭയത, ധൈര്യം എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. ലോകത്തിൽ കാണപ്പെടാത്ത ആ സവിശേഷ വിശ്വാസവും ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. സർവശക്തനായ ദൈവമേ, വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിപ്പാൻ വരം നൽകുന്ന അപ്പോൾ ഞങ്ങളുടെ ഹൃദയമാണ് നിൻ്റെ സിംഹാസനം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ഹൃദയമാകുന്ന സിംഹാസനം അവിടുന്ന് വാണരുളണമേ. കർത്താതി കർത്താവായ രാജാതി രാജാവായി അവിടെ ഞങ്ങളുടെ സർവസ്വമായി വാണരുളണമേ. കർത്താവേ,
ഞങ്ങളതിൻ്റെ മുഴുവനായി നിന്റെ കാര്യങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഒരു കുശവൻ്റെ കയ്യിൽ ഈ കളിമണ്ണ് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന പോലെ ഒരിക്കലും അത് നഷ്ടപ്പെടുത്താതെ നല്ലവണ്ണം പണിയുന്ന, ഒരിക്കലും ദുരുപയോഗപ്പെടുത്താത്ത സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ സൃഷ്ടികളാകുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ പരമേൽപ്പിക്കുന്നപ്പാ. ഞങ്ങളുടെ ആത്മദേഹത്തെ തരുന്നു. ഹൃദയം, മനസ്സ്, ചിന്ത, ബോധം, വിചാരം എല്ലാം സമ്പൂർണ്ണമായി തരുന്നു. തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുത്തണമേ. പുത്രൻ്റെ നാമത്തിൽ തന്നെ ഇന്ന് എനിക്ക് യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണം. സ്വർഗീയ പിതാവേ, ആമേൻ.